ഹായ് നമസ്കാരം, ഞാൻ ജോർജ് പോൾ. ട്രാവൽ ടു ആർട്ട് ആൻഡ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പൊളി വീഡിയോ ഉണ്ട് ചെയ്യാൻ പോകണം. ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, കൊച്ചിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അത്താഴൂട്ടെന്നൊക്കെ പറയും. ഈ അത്താഴൂട്ടിന് വെക്കുന്നൊരു ഫുഡാണ്. വേറെ ഒന്നുമല്ല, പോട്ടി മുട്ടി. പോട്ടിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോട്ടി മുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പോട്ടിക്കറി ഒരു രക്ഷയില്ലാത്തതാണ്. കൊച്ചിക്കാരൻ മാത്രം അല്ലെങ്കിൽ കൊച്ചിയിലെ അത്താഴൂട്ടുകളിൽ മാത്രം നടത്തുന്നൊരു പോട്ടിക്കറിയാണ്. നമ്മളത് നന്നായിട്ട് വറുത്തരച്ചുള്ള ഒരു കറിയുണ്ട്. ഒരു രക്ഷയില്ല. കൊച്ചിയുടെ അത്താഴൂട്ടിന് പോട്ടിയാണെങ്കിൽ ഇപ്പോൾ കോട്ടയത്തേക്ക് ചെല്ലുമ്പോൾ എല്ലും കപ്പയാകും. അതിന് വേണ്ടിയിട്ടൊരു 10-25 കിലോ പോട്ടിയും അതുപോലെ തന്നെ ഒരു 10-30 മുട്ടിയും മേടിച്ചിട്ടുണ്ട്. ദാ ഈ കാണുന്നതാണ് പോട്ടി. ഇതാണ് പോട്ടി എന്ന് പറയുന്നത് സംഭവം. ഒരു രക്ഷയില്ലാത്ത സംഭവം ഉണ്ട്. ഇത് കണ്ട പൊള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളി സംഭവമാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെയാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് മുട്ടിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 10-25 മുട്ടിയും ഉണ്ട്. ഈ സംഭവമാണ് മുട്ടി എന്ന് പറയുന്നത്. ഇത് കണ്ട ഈ സംഭവമാണ് മുട്ടി എന്ന്. ഈ മുട്ടിയും പോട്ടിയും കൂടി ഇട്ടുള്ള ഒരു പരിപാടിയുണ്ട്. തേങ്ങയൊക്കെ അങ്ങോട്ട് വറുത്തരച്ച് കുരുമുളകും മസാലയും ഒക്കെ അങ്ങോട്ട് വറുത്തരച്ചിട്ട് ഒരു കറി അങ്ങോട്ട് വെക്കും. ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കറിയാണ്. അപ്പോൾ നമ്മൾ സമയം കളയാനുള്ള പോട്ടി ഒന്ന് നുറുക്കി ഒന്ന് കഴുകി സെറ്റാക്കാം. അങ്ങോട്ട് നമ്മൾ പോട്ടി കഴുകി അത് നന്നായിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളത് പെടക്കാൻ പോണത്. ഇത് കണ്ട പോട്ടി നല്ല മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ല പൊള്ളിയായിട്ടാണ് നമ്മൾ എടുത്തേക്കണത്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു നല്ലൊരു വാർപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കിനി വാർപ്പിലേക്ക് പോട്ടി അങ്ങോട്ട് എടുത്തിടാം. മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. സാധാരണ പോട്ടി എന്ന് പറഞ്ഞാൽ നല്ല വെള്ളക്കളറായിരിക്കും. ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയത് കൊണ്ടാണ് ഈ ഒരു മഞ്ഞക്കളർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വാർപ്പിൻ്റെ അകത്തേക്ക് പോട്ടിയിട്ട് ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ മുട്ടിയും കൂടി ഇടണതാണ്. ഇത് കണ്ട കഴുകി നല്ല സെറ്റാക്കിയാക്കണ മുട്ടയാണ്. അത് കണ്ട വാർപ്പിനകത്തേക്കും നമ്മൾ മുട്ടിയും അതുപോലെ തന്നെ പോട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത്തിരി ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള ഇത്തരം സംഭവമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം തീ പിടിപ്പിക്കാൻ. നമ്മൾ പോട്ടിയും അതുപോലെ തന്നെ മുട്ടിയൊക്കെ ഒരു വാർപ്പിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ ഉപ്പാണ് ഇടുന്നത്. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് കഴുകിയതാണ്. ശരിക്കൊന്ന് കഴുകിയതാണ്. ഒന്നല്ല, ഒരു 5-6 വട്ടം ഞാൻ കഴുകിയായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ കറിവേപ്പില ഇട്ട് അതുപോലെ തന്നെ ഉപ്പിട്ട് ഇനി ഒരല്പം പച്ചമുളകാണ്. ഒരു പച്ചമുളക് ഇട്ടക്കട്ടെ. ഇനി ഒരല്പം ഇഞ്ചിയാണ് ഇടുന്നത്. ഇതൊരല്പം വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി ഇടുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം കൊഴുപ്പൊക്കെ ഉള്ളതല്ലേ. കുറച്ച് സവാള ഇടണേണ്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള ഒക്കെ പടച്ചണം നമ്മൾ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു അല്പം ഗരം മസാലയാണ് ഇടുന്നത്. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകിയതാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഒരല്പം മതി. ഒരല്പം മുളക് പൊടി. ഇനി നമ്മളൊരല്പം മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ട് ഇനി ഒരല്പം വെളിച്ചെണ്ണയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. ആട്ടി വെളിച്ചെണ്ണയാണ്. ഇനി നമുക്കിതൊന്ന് തിരുമിക്കൂട്ടാം. കണ്ട മുട്ടിയും പൊടിക്ക് നമ്മളിന്ന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ആദ്യം കഴുകിയതുകൊണ്ട് പൊട്ടി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട വെളിച്ചെണ്ണയും നല്ല പൊടിയും ഇഞ്ചിയും പച്ചവളം വേപ്പിലാക്കിയിട്ട് അങ്ങോട്ട് തിരുമിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് പറഞ്ഞത്. പൊള്ളി സ്മെല്ലാണ് പറഞ്ഞത്. ഇനി നമുക്ക് അങ്ങോട്ട് തീ പിടിപ്പിക്കാം. നമ്മൾ അടപ്പിന് തീ പിടിപ്പിക്കാൻ പോണെയാണ്. ഇതിനകത്ത് ഇത്തിരി കർപ്പൂരമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലു ഒന്ന് പിടിച്ചേ.
പൊട്ടിയപ്പോൾ അടപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഒന്നങ്ങോട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് പോട്ടി ഒന്ന് വേഗണ ടൈമിൽ ഞങ്ങൾ ഈ പോട്ടി മേടിച്ച മാർക്കറ്റ് ഒന്ന് കാണാം. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വാഴക്കാല മാർക്കറ്റിൽ നിന്നാണ് പോട്ടി മേടിച്ചത്. അവിടെ ഒരു നെജി എന്ന് പറയുന്ന ഒരു ഇറച്ചിക്കടക്കാരനുണ്ട്. അദ്ദേഹമാണ് തുതിയൂരിൽ ഇറച്ചി വെട്ടുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് തുതിയൂരിലെ ആസ്ഥാന ഇറച്ചി വെട്ടുകാരൻ അദ്ദേഹമാണ്. കാരണം നമുക്ക് വേറെ ഇറച്ചി വെട്ടുകാരനൊന്നും തുതിയൂരിലില്ല. അപ്പോൾ നെജിയുടെ കടയിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. വാഴക്കാലയിൽ നിന്നാണ്. വാഴക്കാല ഒരു പരമ്പരാഗത മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ പോട്ടി വെന്ത് നല്ല സെറ്റായിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഇഞ്ചി പച്ചവളം വേപ്പിലയും സവാളയും അതുപോലെ തന്നെ അത്യാവശ്യം പൊടികളും മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് അരപ്പിടാൻ പോകുന്നത്. ഈ അരപ്പിൻ്റെ അകത്താണ് പോട്ടിക്കറി ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ പോട്ടിക്ക് ഇടാൻ പോണ അരപ്പ്. ഈ അരപ്പ് തേങ്ങ വറുത്തരച്ചതാണ്. അതുപോലെ തന്നെ വറുത്തരക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു 15ഓളം തേങ്ങ എടുത്തിട്ടുണ്ട്. 15 തേങ്ങ, അതിൻ്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലി, മുളക്, അത്തരം കാര്യങ്ങളെല്ലാം കൂടി വറുത്തരച്ച്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വെളുത്തുള്ളി, ഇതൊക്കെ വറുത്തരച്ചെടുത്ത സംഭവമാണ്. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പോട്ടി ഒരു വേറെ ലെവലിലാവും. അപ്പോൾ നമ്മൾ ഈ അരപ്പിടാൻ പോണേണ്. നമുക്കിനി നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ പോട്ടിയുടെ കളറങ്ങൾ മാറും. ഒരു രക്ഷയില്ലാത്തൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പോട്ടിയുടെ കളറൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടിയിലേക്ക് അരപ്പൊക്കെ ഇട്ട് പോട്ടി വേറൊരു ലെവലിലേക്ക് വന്നേണ്ട. ഇത് കണ്ട. ഇനി നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഈ പോട്ടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എണ്ണ തെളിയാൻ തുടങ്ങും. അപ്പോൾ പോട്ടി ഏതാണ്ട് റെഡിയായി എന്നാണ്. ഇപ്പോൾ ഇതങ്ങോട്ട് അരപ്പിട്ടോള്. ഇപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ഇതിനകത്ത് എണ്ണയൊക്കെ അങ്ങോട്ട് തെളിയാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് ഇവിടെ. നല്ല ചൂടും നല്ല സ്മെല്ലും, ഒരു രക്ഷയില്ലാത്തൊരു മൂടാണ് കേട്ടോ. ഓ എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലാട്ടാ പൊള്ളി. ഇത് കണ്ട, നമ്മുടെ പോട്ടി തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ടിയൊക്കെ കണ്ട. ഇത് കണ്ട എന്താണ്
ഒരു 5-10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ ഒരു രക്ഷ ഉണ്ടാകില്ല. നമ്മൾ ഒരല്പം പച്ചക്കായ ഇട്ട് കൊടുക്കാൻ പോണേ കേട്ടാ. പോട്ടിക്കൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പച്ചക്കായാണ്. പച്ചക്കയും പോട്ടിയും കൂടി ഇല്ലേ പൊള്ളിച്ചടുക്ക്. ഇത് കണ്ട എന്താണ് പച്ചക്ക. പോട്ടിയിൽ പച്ചക്കയാണ് പോട്ടിക്ക് പറ്റിയത് എന്ന് പറഞ്ഞ പോലെ പോട്ടിക്ക് അതുപോലെ തന്നെ കൂർക്ക എന്തിട്ടാലും പോട്ടി പൊളിക്കും. നമ്മുടെ പോട്ടി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് വരുന്നത്. അപ്പം മസാലയും എല്ലാം കൂടി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പില്ലേ ഒരു രക്ഷയില്ല. ഇനി നമ്മുടെ ആദ്യം ആ ഉള്ളിയും അതുപോലെ തന്നെ മുളകും വേപ്പിലെല്ലാം അങ്ങനെ മുരിച്ച സംഭവം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി റെഡിയാണ്. നമ്മളിപ്പോൾ ഈ സംഭവം ഇട്ട് കൊടുക്കാൻ പോണേണ്. ഇത് നമ്മൾ താളിച്ചെടുത്ത സംഭവങ്ങളാണ്. ഇതാണ് നമ്മൾ പോട്ടിലേക്ക് ഇടാൻ പോണത്. എന്താ മണം, ഒരു രക്ഷയില്ല. ഇത് നമ്മളൊന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പരിപാടി അങ്ങോട്ട് തീരെയാണ്. അത് കണ്ട തറവാടി പൂട്ടിയാണ് ഈ സംഭവം. ഇതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പൊളിക്കണ സംഭവം. ഇനി ഒരു അല്പം കൊത്തമല്ലിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇത് കണ്ട നമ്മുടെ പോട്ടി പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. കണ്ടാ നമ്മുടെ പോട്ടി കണ്ട ഒരു രക്ഷയിലാട്ടാ. പൊളിച്ച് അടിക്കേടുണ്ട്. എന്താ പോട്ടി. ഇനി നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാൻ പോണേണ്ട എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്താ അമ്മോ സ്മെല്ലടിക്കട്ടെ, ഒരു രക്ഷയിലോട്ടാ. ഒരു മുട്ടി തന്നെ കണ്ടിട്ടിട്ടെ. അപ്പോൾ നമ്മൾ പോട്ടിക്ക് പുട്ടും പോട്ടിയാണ് നമ്മൾ കഴിക്കാൻ പോണത്. പുട്ടും പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പുട്ടാണ്. അയ്യോ ഇത് കണ്ട ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ പോട്ടിയും പുട്ടും ഒന്ന് കഴിച്ചു നോക്കാൻ പോണേണ്. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ടെന്ന് പറയാം. എടുക്കുവാനേ കണ്ടിട്ടൊരു രക്ഷയില്ല കേട്ടോ. എന്താപ്പാ പരിപാടിത്തം. കഴുകി അടിപൊളി. ഇതിനെ എങ്ങനെയാണ്ടാ നമ്മുടെ അലക്കിട്ടുണ്ട്, അലക്കം പോട്ടി. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കണേണ്. കഴിച്ച് പറയാറൊന്നുമില്ല, ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ല, ഒരു രക്ഷയില്ല. പോട്ടിയും പുട്ടുമാണ്. ഇത് കണ്ട ഒരു രക്ഷയിലാട്ടാ. ഇടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇടുക്കാൻ കഴിക്കണ്ടേ. തീർച്ചയായിട്ടും നിങ്ങളും ഒരല്പം പോട്ടിയൊക്കെ മേടിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരു രക്ഷയില്ലാത്തതാണ്, കിളി പറക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് പടക്കുക. നമുക്കൊരു കിടുക്കൻ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.